ഇനി വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ 2026 വരാൻ പോകുന്ന വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പ് അതിനിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബംഗാൾ പിടിക്കാനായിട്ട് BJP ഇപ്പോൾ തന്നെ പലതരത്തിലുമുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഡൽഹി ആരും പ്രതീക്ഷിക്കാതെ BJPയുടെ കൈക്കുള്ളിൽ ഒതുങ്ങിയത് തന്നെ പലരെയും, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തെ, പ്രതിപക്ഷത്തെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ബംഗാളിൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 2026 കേരളത്തിൽ നടക്കുന്ന പോലെ തന്നെ കേരളത്തോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബംഗാളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി 2026 വീഴുമോ? അവിടെ BJP വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമോ? സീറ്റുകൾ എത്രത്തോളം വർദ്ധിപ്പിക്കാനായിട്ട് BJPക്ക് സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സർവേ റിസൾട്ട്, ദേശീയ സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ബംഗാളിൽ ഇപ്പോൾ ഈ 2025 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ കണ്ട ഒരു ചിത്രമെന്ന് പറയുന്നത്, അവിടെ തൃണമൂൽ കോൺഗ്രസിന് 29 സീറ്റുകളാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. അതായത് 42 സീറ്റുകളിൽ, ലോക്സഭാ സീറ്റുകളിൽ 29 TMC നേടി. 12 എണ്ണത്തിൽ BJPക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു. 12 സീറ്റുകൾ BJP നേടിയിരുന്നു. അവിടെ കോൺഗ്രസിന് ഒരു സീറ്റിൽ വിജയിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ 42 സീറ്റുകളിൽ TMC ആയിരുന്നു ഏറെ മുന്നിൽ. 29 സീറ്റുകളുമായി BJP തൊട്ടുപിന്നിൽ 12 സീറ്റുകളുമായിരുന്നു നേടിയത്. എന്നാൽ ഈ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ 2025 ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സിറ്റുവേഷൻ? ഇപ്പോൾ എന്ത് തരം മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ള ഒരു സർവേയാണ് അവിടെ നടന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നിരുന്നെങ്കിൽ പുതുതായിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം, അതായത് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ റിസൾട്ട് പ്രകാരം അവിടെ സംഭവിച്ചിരിക്കുന്ന മാറ്റമെന്ന് പറയുന്നത് TMCക്ക് ഒരു സീറ്റ് കൂടിയനെ എന്നാണ്. അതായത് 30 സീറ്റ് അവിടെ TMC നേടുമെന്നും BJP 12 തന്നെ നിലയുറപ്പിക്കുമെന്നും 12 സീറ്റുകൾ തന്നെ ഇപ്പോഴും നിലയുറപ്പിക്കുമെന്നും എന്നാൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്നും തന്നെയാണ് ഈ ഒരു ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ, പുതുതായി വന്ന സി വോട്ടർ സർവേ പറയുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 30 സീറ്റുകൾ TMCക്ക് ലഭിക്കാമെന്നും 12 സീറ്റുകൾ തന്നെ BJPക്ക് ലഭിക്കുമെന്നും കോൺഗ്രസിന് അവിടെ 0 സീറ്റുകളെന്നുമാണ് പറയുന്നത്. വോട്ട് പെർസെൻറ്റേജ് വരുമ്പോഴത്തേക്കും അവിടെ TMCക്ക് 46% തന്നെ നിലനിൽക്കുമെന്നും BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം നേടി, അതായത് 39% നിന്നും 1% കൂടുമെന്നും 40%ത്തിലേക്ക് എത്തുമെന്നും കോൺഗ്രസിന് 5% ഉണ്ടായിരുന്നിടത്ത് 10%മായി ഇപ്പോൾ ഉയരുമെന്നാണ് ഈ ഒരു സി വോട്ടർ ഇന്ത്യ ടുഡേ സർവേ പറയുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2025 നടക്കുവാണെങ്കിൽ, ഈ ഒരു സർവേ നടന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിലുള്ള ഈ ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ അവിടെ TMCക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത് എന്നുള്ളത് വ്യക്തമായി ഈ ഒരു സർവേയിൽ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ നേരെ മറിച്ച് അസംബ്ലി ഇലക്ഷനിലേക്ക് മാറുമ്പോൾ, അതായത് ഇനിയും ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതൽ ഉണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പ് അവിടെ നടക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ആണെങ്കിൽ, ഈ പറയുന്ന റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും TMCക്ക്, മമതാ ബാനർജിക്ക് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളത് യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഈ ഒരു സർവേ റിസൾട്ടിൽ നിന്നും. അതായത് സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2021 അവിടെ മമതാ ബാനർജിക്ക് ലഭിച്ച സീറ്റുകൾ 215 സീറ്റുകളാണ് മമതയ്ക്ക് ലഭിച്ചത്. BJPക്കാണെങ്കിൽ അവിടെ 77 സീറ്റുകൾ, വലിയൊരു മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുഖ്യ പ്രതിപക്ഷമായി അവിടെ മാറാൻ സാധിച്ചു. അതായത് 77 സീറ്റുകളോളം BJPക്ക് അവിടെ നേടാൻ സാധിച്ചു. അതായത് അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ വെറും 3 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് BJP അവിടെ 77 സീറ്റുകളിലോളം എത്തിയത്. അതായത് 74 സീറ്റിന്റെ വർധനവാണ് അവിടെ BJPക്ക് 2021 ഉണ്ടായത് തന്നെ. കോൺഗ്രസിനും CPMനും സീറ്റുകൾ ഒന്നും തന്നെ അവിടെ ലഭിച്ചില്ല എന്നുള്ളതും ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് 2026 വരുമ്പോഴത്തേക്കും ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം നോക്കുവാണെങ്കിൽ തന്നെയും BJP അവിടെ സീറ്റുകളിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഈ സർവേയിൽ വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ മമതാ ബാനർജിക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ BJPയുടെ സീറ്റുകളിൽ, അതായത് 77 സീറ്റുകൾ നിൽക്കുന്ന BJPക്ക് ഇത്തവണ അതിലുമുപരി സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും. 100 കടക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനുമപ്പുറം സീറ്റുകൾ BJPക്ക് വളരെ വലിയ തോതിൽ
ബൂത്തിൽ ഇത്തവണ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ മമതാ ബാനർജിയെ വീഴ്ത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന TMCയെ മറികടന്നുകൊണ്ട് അവിടെ ഭരണത്തിലെത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഈ സർവേ പ്രകാരമാണെങ്കിൽ BJPക്ക് നിലവിൽ അത് സാധ്യമാകാനായിട്ടുള്ള സാധ്യത ഇതിൽ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വളരെ വലിയൊരു മുന്നേറ്റം BJPക്ക് ഇത്തവണയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നും സീറ്റുകൾ കൂടുമെന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. കോൺഗ്രസിനോ CPMനോ ഇത്തവണയും ഒരു തരത്തിലുള്ള ചലനം അവിടെ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. TMCയും അതോടൊപ്പം തന്നെ BJPയും തന്നെയാണ് മുഖ്യധാര മത്സരം അവിടെ നടക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് തരം മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്, എന്താണ് റിയാലിറ്റി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഇനിയും ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതലുണ്ട് അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട്. അത് മാത്രമല്ല ഡൽഹിയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റാണ് അവിടെ നടന്നത്. കാരണം ഭരണത്തിൽ BJP വരുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. BJPക്ക് അത്രയ്ക്കും കഠിനമേറിയ ഒരു സ്ഥലത്താണ് BJP ഡൽഹി കീഴടക്കി. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ മൗനം പാലിക്കുന്ന തരത്തിലോട്ടാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. അതുകൊണ്ട് തന്നെ ഇനി ലക്ഷ്യം വച്ചിരിക്കുന്നത്, അതായത് BJP നിലവിൽ ലക്ഷ്യം വച്ചിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് അവർ നേടുമോ, ആ ഒരു തരത്തിൽ ഡൽഹി നേടിയ കണക്ക് തന്നെ ഉള്ള ഒരു വമ്പൻ അട്ടിമറി അവിടെ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.